ഹായ്, പഞ്ചാബി സ്റ്റൈലുള്ള ഒരു ദാൽ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ തുവരപ്പരിപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ദാൽ പരിപ്പല്ല എടുത്തിരിക്കുന്നത്. ദാൽ പരിപ്പിനൊരു ചെറിയൊരു ചുവ ഉണ്ടാകും, അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. തുവരപ്പരിപ്പ് കൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. പൂരിക്കും ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണിത്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് തുവര എടുത്തിട്ടുണ്ട്. നമ്മൾ സാമ്പാർ വെക്കണ തുവരപ്പരിപ്പാണ്. പിന്നെ 2 സവാള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 3-4 ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു 3 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്, നല്ല എരിവെള്ള മുളക് കേട്ടോ 3 മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 2 തക്കാളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുണ്ടാക്കാനായിട്ട് കുക്കർ അടുപ്പിൽ വെച്ചതിന് ശേഷം ആദ്യം തുവര കഴുകി ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എല്ലാം ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തു. പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കും. ഇത് നികക്ക വെള്ളം ഒഴിച്ചു കൊടുക്കണേ. ഇനി ഇത് അടച്ചു വെച്ച് 1 വിസിൽ കേൾക്കണ വരെ ഒന്ന് വേവിച്ചെടുക്കാമേ. ഒറ്റ വിസിൽ കേട്ടാൽ മതി. ഇത് ഒരുപാട് അങ്ങ് വെന്തലന്ന് പോകരുത്, വെന്തില്ലെങ്കിലും കൊള്ളരുത്, ഒരുപാട് അങ്ങ് വെന്തലന്നും പോകരുത്. ഇതായിപ്പം 1 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാമേ. ഇപ്പോൾ ഇതാ പ്രഷർ പോയിട്ടുണ്ട്. ഞാനിത് ഓപ്പൺ ചെയ്തു. നമ്മുടെ പരിപ്പും ഉള്ളി എല്ലാം നല്ലപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു കറിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് സവാളയും തക്കാളിയും ഒന്നും വഴറ്റി ചേർക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ അരപ്പിനായിട്ട് ഞാൻ 1/4 ടീസ്പൂൺ മുളക് പൊടി എടുത്തു, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തു, പിന്നെ ലേശം മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. അല്ലാണ്ടുള്ള പൊടികളൊന്നും ഞാനിപ്പോൾ ചേർക്കണില്ല. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്നും കൂടുകയും ചെയ്യരുത്. ഇനി ഇതുണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായതിന് ശേഷം കടുകിട്ട് പൊട്ടിച്ചു. അതിനുശേഷം അതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ടു. പിന്നെ 4-5 കൊച്ചുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാമേ. ചൂടോടുകൂടി ഈ പൊടികൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, പൊടികൾ കരിഞ്ഞു പോവും. ആ ഒരു എണ്ണയുടെ ചൂടൊന്ന് മാറിയതിന് ശേഷം പൊടികൾ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് പൊടികളില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ചൂടോടുകൂടി ചേർത്താൽ പൊടികൾ കരിഞ്ഞു പോകും. ഇനി ഇത് ജസ്റ്റ് ഒരു സെക്കൻഡ് ഒന്ന് വാട്ടിയെടുത്താൽ മതിയേ. ഇപ്പോൾ പൊടികൾ മൂത്തട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അരപ്പൊന്ന് തിളപ്പിക്കുന്നുണ്ട്. ഇപ്പം എൻ്റെ അരപ്പ് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കണ തുവര എല്ലാം കൂടിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഞാനിതെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ഇതിന് കൂടരുത് കേട്ടോ. ഇതിന് മുന്നിട്ട് നിൽക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് നമുക്കിത് തിളച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഒരു ലേശം ചേർത്താൽ മതിയേ. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ കറിയുടെ ഒരു ടേസ്റ്റേ അങ്ങ് മാറും. ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആദ്യം ഞാൻ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ 2 ടീസ്പൂണ് ഗരം മസാല ചേർത്തു. ഗരം മസാല അവരവരുടെ ആ ഒരു അളവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ചിലർക്ക് ഗരം മസാല മുന്നിൽ നിൽക്കണം, ചിലർക്ക് കുറഞ്ഞ് നിൽക്കണം. അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകും. ഒരുപാട് അങ്ങ് കുറുകരുത് കേട്ടോ, ഇത് തണുക്കുമ്പം നല്ലപോലെ കുറുകും. ഇപ്പോൾ ഇതാ കറിയെല്ലാം നല്ലപോലെ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴേ ശരിക്കും ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളേ. ആ ഒരു പഞ്ചാബി സ്റ്റൈല് ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇത് അടച്ചു വെക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ദാൽ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.